ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്കൊരു കുഞ്ഞൻ വിഷുക്കണി ഒരുക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ക്ലേ വേണം കേട്ടോ. ഞാനിപ്പോൾ ഫെവിക്രൈലിൻ്റെ മൗൾഡഡ് ക്ലേ ആണ് എടുക്കണേ. പിന്നെ നമ്മൾ ക്ലേ മാത്രം വെച്ചിട്ടല്ല, നമ്മൾ കളയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വിഷുക്കണി ഒരുക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്രൂട്ട്സും പിന്നെ ആ ഉരുളിയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഉരുളിയാണ് ചെയ്തെടുക്കണേ. അതിനുവേണ്ടി നമ്മൾ പഴയൊരു അരിപ്പയുടെ പീസാണ് എടുത്തേക്കണേ. ഇതിൻ്റെ പിടിയൊക്കെ ഒടിഞ്ഞു പോയതാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ചട്ടിയൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു സംഭവം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ഉരുളിയുടെയൊക്കെ ഒരു ഷേപ്പ് തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അരിപ്പയെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഒരു പിടി പോലെ ഉണ്ടാവുമല്ലോ. പിന്നെ ഉരുളിയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലുണ്ടാവും. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതുപോലെ എനിക്ക് വയ്ക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഴയ അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഡബ്ബയുടെ അടപ്പൊക്കെ ഇല്ലേ, അതെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ആദ്യം നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിനും കുറച്ചുകൂടി വീതി കുറഞ്ഞ രീതിയിൽ ക്ലേ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിന് മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വോൾപൊട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് കുറുകിയ ഒരു പാകത്തിലാണ് എടുത്തേക്കണേ. ഇനി നമ്മുടെ അരിപ്പയുടെ ഉള്ളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഈ ഒരു വോൾപൊട്ടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കാം. അപ്പോൾ ആദ്യം ആപ്പിളാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കത്രികയോ അല്ലെങ്കിൽ ഇറുക്കിലോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു കുഞ്ഞൻ ആപ്പിളിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നൂൽക്കമ്പിയിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആപ്പിളിൻ്റെ തണ്ട് പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം എടുത്ത ക്ലേ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലേ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വാങ്ങിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കുറച്ച് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 3 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ആ ഒരു ആപ്പിളിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതേ രീതിയിൽ നമ്മൾ നൂൽക്കമ്പിയിൽ നിന്നായിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 3 മാങ്ങയും അതിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ചെറിയ തേങ്ങയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ. കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ്. പിന്നെ നമുക്ക് കണിവെള്ളരി ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു കുഞ്ഞൻ ചക്ക ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ബാക്കിയുള്ള ഫ്രൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ ചക്കയുടെ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് കുറച്ചധികം ക്ലേ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇറുക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ മുള്ളുകളൊക്കെ ഉള്ള രീതിയിലായിരിക്കുമല്ലോ ചക്ക കാണാനായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് ഇറുക്കിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇനി നമുക്ക് പഴം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലേ എടുത്തിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പടലയിൽ 2-3 പഴമുള്ള രീതിയിലാണ് ചെയ്യണേ. ഇനി നമുക്ക് കുറച്ചുകൂടി ക്ലേ എടുത്തിട്ട് ഇതുപോലെ പഴത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്ത ആ ഒരു പടലയുമേലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിൻ്റെ മറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞൻ വാൽക്കണ്ണാടിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കാർഡ്ബോർഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രസൻറ്റേഷൻ പേപ്പറിൽ നിന്നായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു കാർഡ്ബോർഡ് പീസില്ലേ, അതിൻ്റെ സൈസിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലേസിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ.
എന്നിട്ട് ആ കാർഡ്ബോർഡ് പീസിന് മുകളിലേക്കായിട്ട് ആ ഒരു പീസ് കൂടി നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ മുകളിലുള്ള ഭാഗത്തായിട്ട് ചെറിയൊരു കുനിപ്പ് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതുമേലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി കത്രിക വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് അരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കണേ. നമ്മൾ ആ ക്ലേ ഒട്ടിച്ച് കൊടുത്തില്ലേ, അവിടെ നിന്നുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളിലുള്ള ഭാഗം ആ ഒരു കണ്ണാടി പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞൻ വാൽ കണ്ണാടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു മയിൽപ്പീലി കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ മയിൽപ്പീലി ഇതുപോലെയാണ് ഉണ്ടാവുക. ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ നമ്മളൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുമേലായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. ഇവിടെ ആയിട്ട് ഡാർക്ക് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. പിന്നെ പുറത്തേക്കായിട്ട് നമ്മൾ ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. അതിനും പുറത്തേക്കുള്ള ഭാഗത്തായിട്ട് യെല്ലോ ഓക്കർ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ പഴയൊരു മയിൽപ്പീലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഭാഗം നമ്മൾ വേറൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു. ഇനി ഇതുപോലൊരു പീസാണുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതുമേലായിട്ട് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ആ ഒരു മയിൽപ്പീലിൽ നിന്നായിട്ട് മാറ്റിയ പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ചുറ്റും ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞൻ മയിൽപ്പീലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തിളക്കമൊക്കെ ഉള്ള ഒരു ഗോൾഡൻ പേപ്പറിൽ നിന്നായിട്ട് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് പേപ്പറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കൂടി അതുമേലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കണിയൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു പുട വയ്ക്കാറില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ അറ്റത്തായിട്ട് ഞാനൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ഫ്രൂട്ട്സിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചക്കയമേലായിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഗ്രീൻ കളറൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളരിക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ലെമൺ യെല്ലോ കളറൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയിലായിട്ട് നമ്മൾ സാപ്പ് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കണേ.
നമ്മൾ മാങ്ങയൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ലെമൺ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ തണ്ടുമേലായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴത്തിനും ആദ്യം യെല്ലോ കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞൻ ആപ്പിളിനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ റെഡ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് അടിച്ച് കൊടുക്കണേ. ഇനി നമ്മൾ തേങ്ങ മുറിച്ച് വെച്ച രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിലുള്ള ഭാഗത്തായിട്ട് സിൽവർ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുറമേ ആയിട്ട് നമ്മൾ മെറ്റാലിക് ബ്രൗൺസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ വൈറ്റും ബ്രൗണും ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മെറ്റാലിക് കളേഴ്സ് അടിച്ചു കൊടുത്തത്. അങ്ങനെ നമ്മുടെ 2 തേങ്ങാമുറിയും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ചകിരി എടുത്തിട്ട് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാമുറി ഉണ്ടല്ലോ, അതുമേലായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഈ ഒരു ചകിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഉരുളിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ വെയിലത്തൊക്കെ വെച്ചിട്ട് ആ ഒരു ക്ലേയും പിന്നെ വോൾപുട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുമേലായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ശരിക്കും ആ ഒരു ഉരുളി പോലെ തോന്നും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉരുളി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് കുറേ ടൈം എടുത്തു കേട്ടോ. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ കുറച്ച് സമയം എടുത്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി കേട്ടോ. ഇനി നമ്മൾ ചെയ്തതൊക്കെ ആ ഒരു ഉരുളിയിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു കുഞ്ഞു പുടവയാണ് കേട്ടോ വെച്ച് കൊടുത്തേ. പിന്നെ അതിന് സൈഡിലേക്കായിട്ട് നമ്മൾ മയിൽപ്പീര് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലേക്കായിട്ട് വാൽക്കണ്ണാടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ചകിരി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളിയുടെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചകിരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ അരിയൊക്കെ ഇട്ട രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള കുഞ്ഞൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചക്കയാണ് കേട്ടോ വെച്ച് കൊടുക്കണേ. പിന്നെ ഒരു സൈഡിലേക്കായിട്ട് പഴം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളരിയും മാങ്ങയും അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വെറ്റില, അടയ്ക്ക, പിന്നെ കൃഷ്ണൻ്റെ രൂപം അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കണിയൊരുക്കുമ്പോൾ ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് കണിക്കൊന്ന ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ചെറിയ സൈസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞൻ കണിക്കൊന്നയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവർ ഇതായിരുന്നു. അതുകൂടി ഞാൻ അതിൻ്റെ സൈഡിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞൻ വിഷുക്കണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതൊരിക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.